മഹാബലിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ കൃഷ്ണ ബട്ടർ ബോൾ, ആ കാണുന്ന കല്ലിൻ്റെ പേരാണ് കൃഷ്ണ ബട്ടർ ബോൾ. പക്ഷേ അത് ബേസ് ചെയ്യേണ്ടത് തന്നെ ഇവിടുത്തെ ഈ കോമ്പൗണ്ടിനകത്തുള്ള മുഴുവൻ സ്ഥലത്തിനും ആ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അത് നമുക്കെല്ലാം ആ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ കല്ലുകൾ കൊണ്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അതായത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരുപാട് സാധനങ്ങളും സംഭവങ്ങളും. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇത് കണ്ട മുഴുവൻ കല്ലുകൊണ്ടുള്ള നിർമ്മിതികളാണ്. അതായത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കല്ലുകളാണ്, കൊണ്ടുവന്ന് വെച്ചതല്ല. ഇവിടെ മുഴുവൻ പാറയായിരുന്നു. ആ പാറ കുത്തി ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുക. ഇതന്നെ ഭയങ്കര ഒരു അത്ഭുതപ്പെടുത്തുന്ന ടൈപ്പ് കാഴ്ചകൾ. സ്റ്റെപ്പൊക്കെ ഇതുണ്ട്. സ്റ്റെപ്പൊക്കെ നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് കയറാം. സ്റ്റെപ്പ് കയറിക്കഴിഞ്ഞാലും ഇതുണ്ട്. ഇവിടെ ആ കാണുന്നതൊക്കെ ഉണ്ടോ, ഓരോരോ ടൈപ്പ് നിർമ്മിതികൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നൊരു ഐഡിയ അല്ലേ. നമ്മൾ അവിടെ നിന്നാണ് നടന്നു വന്നത് ഇപ്പം ഇങ്ങോട്ട്. ഇവിടെ വെള്ളമൊക്കെ കെട്ടിക്കുന്നുണ്ട്. എന്താ ഇതിൻ്റെ സ്റ്റെപ്പ് ഇവിടം വരെയുള്ളു നമുക്കപ്പോൾ. അത് കാരണം കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ കൊത്തിയിട്ടുണ്ട്. നിറച്ച് പാറയാണ് ഇവിടെ കേട്ടോ. എന്താണ് എല്ലാ കല്ലിലും ഇതുപോലെ നമ്മുടെ ചവിട്ടുപൊടി പോലെ കാണുന്നുണ്ട് കണ്ട. ഒരുപാട് കലാരൂപങ്ങളെ കൊത്തിവെച്ചിട്ടുണ്ട് ഇവിടെ. ആനേനെ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. ഇതുണ്ട്. കണ്ടാൽ കിണർ പോലെ ഇരിക്കുന്ന ഒന്നുണ്ട് ഇവിടെ. എന്താ പാറ കൊത്തിയിട്ട് സ്റ്റെപ്പൊക്കെ ചെയ്ത് നേരെ കിണർ പോലെ തന്നെ നോക്കാം. കണ്ട അതിൻ്റെ അകത്ത് വെള്ളം കിടപ്പുണ്ട്. കറക്റ്റ് നമ്മുടെ കിണർ തന്നെയാണ്. ഇത്രയും കാലഘട്ടങ്ങൾക്ക് മുമ്പ് കേട്ടോ ഇതെല്ലാം ഇത്രയും ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിരിക്കണ വർക്ക്. അതും ആ ഒരൊറ്റ പാറ കൊത്തി തന്നെ. എല്ലാം അന്നത്തെ ആൾക്കാർ കൈ കൊണ്ട്, മെഷീൻ ഇല്ലായിരുന്ന കാലഘട്ടമാണെന്നുള്ള ഓർമ്മ വേണം.
അത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. ഇതിമേ 5 എഴുതിയിട്ടുണ്ട്. ഇതിമേ 6 ml എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഈ ഇത് ഗ്രിപ്പിന് വേണ്ടി ചെയ്തേക്കുന്ന ഈ വരച്ചേക്കുന്നുണ്ട്. അത് ഗ്രിപ്പിന് വേണ്ടിയാണ്. ഇത് ചെയ്യണേ ഇപ്പൊ എന്താ പണിയോ? അത് തന്നെ നമ്മളെ എല്ലാരും ഭയങ്കര അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ കാഴ്ചകള്. കൊല്ലാതിരിക്കാൻ വേണ്ടി നട കെട്ടിയേക്കുന്ന ആ കാണുന്നതല്ലേ? ആ നമ്മളാ മരത്തിന്റെ ഇടക്കൂടെ കാണുന്നത്. നട കൊട്ടി വെച്ചേക്കുന്ന ആ ചേട്ടൻ പറഞ്ഞ നമ്മുടെ മലയാളിയാണ്. ആ ചേട്ടൻ പറഞ്ഞ കൊത്തുപണിയാണ് കാണിക്കുന്നത്. സ്റ്റെപ്പ് പോലെ ഇരിക്കണ പാറയിൽ തന്നെ. കുറേ ടീംസ് ഈ പാറപ്പുറത്തുനിന്ന് ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ വരുന്നവരെന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഈ കണ്ടോ ഇത്രയും വലിയ പാറയാണ്. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നില്ല. തമിഴാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ തമിഴ് വായിക്കാൻ അത്ര പിടുത്തമില്ലാത്തൊരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടെ ഓരോ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ചെറിയ ചെറിയ ഭാഗങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ചെയ്തതാണ്. അത് എത്രയോ നൂറ്റാണ്ടിന് മുമ്പ് ചെയ്തതാണ്. ഇത് കാലഹരണപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും നമുക്ക് കാണാതെ. അപ്പോൾ എന്തുമാത്രം രീതിയിലായിരിക്കും ഒന്ന് കൊത്തിവെച്ചിരിക്കുക. നമുക്കൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭാഗം കയറാനുണ്ട്. ഇതുണ്ട് ഇവിടെയൊക്കെ ചെറുതായിട്ട് കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇവിടെയും സ്വാഭാവികമായിട്ടും കൊത്തിവെച്ച പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഓരോ പടികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. എന്നാണ് വന്നത്. എന്നിട്ട് ഇതുവഴി നേരെ ഇങ്ങനെ കയറുവാണ്. ഈ സ്റ്റെപ്പ് വഴി തന്നെ കയറാം. ഇതിവിടെ കുറച്ച് കൊത്തുപണി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് കണ്ടില്ല. അതുവഴിയാണ് വന്നതെങ്കിലും ഇത് കണ്ടില്ലായിരുന്നു കേട്ടോ. പ്രിയതമാവിടെ ഇരിപ്പുണ്ട്. ഇത് ആളൊറ്റക്ക് അവിടെ തന്നെ എന്നെ നോക്കിയിരിക്കുകയാണ്. ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറില്ല. നമ്മൾ ആ നടപ്പാത വഴി അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടെയൊക്കെ കുറേ ഭാഗങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ചകളാണിത്. അങ്ങ് അകലെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ കണ്ട അതിൻ്റെ ഭാഗത്താണ് നമുക്ക് ഹൈവേ വരുന്നത്. ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്നാണ് വന്നത്. പോണ്ടിച്ചേരി ചെന്നൈ ഹൈവേ ആണ്. ഈ ബസ് സ്റ്റോപ്പ് മഹാബലിപുരം ബസ് സ്റ്റോപ്പാണ്. കാരണം ഈ നാടറിയപ്പെടുന്നത് മഹാബലിപുരം എന്നാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കണ്ടക്ടർക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ നമ്മളെ ഇറക്കിത്തരും. ഇവിടെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ. കാരണം ഇതൊരു വലിയൊരു മലയാണ്. ആ മലയിൽ ഒരുപാട് കൊത്തുപണികളും ഒരുപാട് രൂപങ്ങൾ പിന്നെ ഒരുപാട് എഴുത്തുകളുണ്ട് പാറയുടെ പുറത്ത്.
അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത കാര്യമാണ്. നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടത്തേക്ക് വേണ്ടി മാത്രമായിട്ടാണെങ്കിലും വരണം. ഇവിടെ അടുത്ത് തന്നെയാണ് ബീച്ച്. കാരണം ഇതിനോട് ചേർന്ന് തന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു 500 മീറ്റർ 600 മീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബീച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. ബീച്ച് എന്ന് പറഞ്ഞാൽ നിറച്ച ആൾക്കാർ വരുന്ന ഒരു വലിയൊരു ബീച്ചാണ്. അപ്പോൾ എല്ലാവരും വരേണ്ട ഒരു സ്ഥലം തന്നെയാണത്. പിന്നെ ഇവിടെ ഒരുപാട് റൂംസ് കിട്ടും, റീസണബിൾ റേറ്റിനുള്ള റൂംസ് കിട്ടും. അപ്പോൾ അത് വന്ന് നമ്മൾ നോക്കിയെടുക്കണം. നല്ല റൂം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പുറകുവശത്തെ ഒരു പാത പുതിയതായിട്ട് വെട്ടിയതുപോലെ കാണുന്നുണ്ട്. എനിക്കിവിടെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ നടപ്പാതയില്ലായിരുന്നു നടന്നു വന്ന താഴത്ത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സംവിധാനം ചെയ്യാനായിരിക്കും തോന്നുന്നത് കണ്ടിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഉയരത്തിലാണ്. ഉയരത്തിൽ നിന്ന് അതിൻ്റെ പുറകുവശത്ത് ഒരല്പം താഴ്ചയിലേക്ക് വന്നു. പ്രിയതമ എന്നെ കാണാനായിട്ട് നോക്കി വരുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നതേ. നേരത്തെ നമ്മൾ കിണറിൻ്റെ ഭാഗം കണ്ടിരുന്നല്ലോ, പാറ കൊത്തി കിണറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുളം കുത്തിയിട്ടുണ്ട്. കാരണം എന്തൊക്കെയോ പുതിയൊരു ഭാഗം ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൊട്ടാരമാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. കാരണം ഇവിടെ കുളവും ഇതുപോലെ കണ്ട നമുക്ക് സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കുളമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ കാലത്ത് ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ പണിയില്ല, അതുപോലത്തെ നല്ലൊരു കുളമാണ് ചെയ്തിരിക്കുന്നത്. പാറ കൊത്തി മഴക്കാലത്ത് വെള്ളം ഉറപ്പായിട്ടും കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിരന്തരം വെള്ളമുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ചില ഭാഗങ്ങളിൽ കേട്ടിട്ടുണ്ടല്ലോ വറ്റാത്ത വെള്ളമുള്ള സ്ഥലമൊന്നും, അതുപോലത്തെ ഒരു ഭാഗമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഇത്രയും ചൂടുള്ളപ്പോഴും ഇത്രയും വെള്ളം ഇവിടെ കെട്ടിക്കിടപ്പുണ്ട്. അടുത്തൊരു രൂപം ദ്രൗപദീസ് ബാത്ത്. നമ്മൾ നേരത്തെ ഒരു കുളം കണ്ടല്ലോ പാറയുടെ നടുക്ക്, അതുപോലെ തന്നെ ഇവിടെ കുളിക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സംവിധാനം കാണാം നമുക്കെല്ലാവർക്കും അന്നത്തെ കാലത്ത്. ഇതുണ്ട്, ഇവിടെ എല്ലാം സ്റ്റെപ്പുണ്ട്. ബാത്ത് ടബ് എന്ന് പറഞ്ഞാൽ അതിൽ വിവരിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്ര മൂളി നമ്മുടെ ഇത് പട്ടിക്കുഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് സുഖമായിട്ട് ഇവിടുത്തെ തണുപ്പിൽ. കണ്ട ഇത് മുകളിലേക്കുള്ള റൂട്ടാണ്. നമ്മൾ വന്ന ഭാഗം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് നടപ്പാതെ ഉണ്ടായിരുന്നല്ലോ. ഇത് വേറെ വഴിയാണ്. ഇത് എൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഈ നടപ്പാത മിസ് ചെയ്ത് ശരിക്കും. നമ്മൾ ദ്രൗപദീസ് ബാത്ത് എന്ന് പറഞ്ഞല്ലേ, അതാണ് ആ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് പോയി, എന്നിട്ട് അപ്പുറത്തോട്ട് കയറി വന്ന് ഈ നടപ്പാതയാണ് നമ്മൾ കയറാതെ ഉള്ളത്. ബസ് പോണു ചെന്നൈക്കുള്ള. നടപ്പാത ഇവിടം വരെ ഉള്ളത് ശരിക്കും. നമ്മൾ തിരിച്ചു പോയിട്ട് ഇനി ഈ റൂട്ട് പോയിട്ട് റൈറ്റ് പോകണം. അവിടെയാണ് ബാക്കിയുള്ള കാഴ്ചകൾ. ഓരോന്നിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, കൃത്യമായിട്ടുള്ള കാര്യം അറിയാൻ പറ്റും.
നോക്കി നടക്കേ. ആ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സ് അല്ല, ഇത് കല്ലുമുള്ളാടി. ശ്രദ്ധിച്ച് നടക്കേ. ആ നല്ല രസമുണ്ട് എന്തായാലും. എന്തോ പഴങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല പഴമല്ല, പൂ തന്നെ. നിറച്ച് മുള്ളുണ്ട് ആ ചെടിയിൽ. പതുക്കന ഞാൻ പോകാനാണ് പ്രീതമ പറയുന്നത്. ഒരു സെക്കൻഡ് ഇതിവിടെ ചവിട്ടണേ. ചവിട്ടുറപ്പിച്ചോ, സ്ലിപ്പായിരുന്നു. ചവിട്ടിക്ക്. പതുക്കെ നോക്കി ഇറക്കാൻ. സ്ലിപ്പായിരുന്നേ. ഞാൻ കയറി വന്ന സ്റ്റെപ്പാണ്, പക്ഷെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അവിടെ പോയിട്ടാണ് വന്നത് കേട്ടോ. ഈ ചവിട്ടുപടികൾ വഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറി വന്നത്. പക്ഷേ തിരിച്ചിറങ്ങാൻ അത്ര സുഖം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കയറി വന്ന അത്ര കുഴപ്പമില്ല. കാരണം പാറക്കിച്ചിരി ഒരു മെഴുമെഴു പോലത്തെ ഫീലുണ്ട്. എന്താണ് പകുതിക്ക് നിന്ന് മേളിലേക്ക് ഇരിക്കണം എന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി മറ്റുള്ള ഈ വന്യമൃഗങ്ങൾ കയറാതിരിക്കാനുള്ള എന്തെങ്കിലും ഇതാണോ എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല നമുക്ക്. ഇങ്ങനെ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. കാല ചോട്ട് അപ്പുറത്തൂടെ ആയിരുന്നു നമ്മൾ. അല്ല ഇതുവഴി തന്നെയായിരുന്നു അല്ലേ? അതെ, ആ സൈഡിൽ കൂടെ എളുപ്പവഴി കണ്ടുപിടിച്ച്. നല്ല വഴി. അതിൻ്റെ അരികിൽ കൂടെ പതുക്കന ചെരുപ്പിട്ടോട്ടോ. തിരിച്ചിറങ്ങണ അത്ര സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. കയറണത് എങ്ങനെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കയറി പോവാം. നമ്മൾ ഇവിടെ നിന്ന് കയറി താഴത്തേക്ക് ഇറങ്ങി. ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നിറച്ച് മുള്ളാണ് ഇവിടെ കണ്ട. പ്രിയതമ അപ്പുറ സൈഡിൽ കൂടെ വന്നു. ഞാൻ ചെരുപ്പ് ഇട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി മുന്നോട്ട് യാത്ര ചെയ്യാം. വെള്ളം ഒഴുകി പോകാനായിട്ടാണ് നമ്മൾ കേട്ടോ. ഇത് കണ്ട പോലൊരു ഓവ് പോലൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഈ നടപ്പാത ഇവിടെ അവസാനിച്ചു. അവിടെ നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രത്തിൻ്റെ പോലത്തെ ഒരു നിർമ്മിതിയാണ്. കയറുന്നില്ല, വാ കയറിയിട്ട് പാടെ. ഓരോരോ നിർമ്മാണം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെയൊക്കെ മോൾ ഭാഗത്തൊക്കെ കല്ല് കുത്തി വെച്ചിക്കണ്ട.
നൂറ്റാണ്ടുകൾക്കിപ്പുറവും അത്രയും ഫിനിഷിങ്ങോടുകൂടി തന്നെ നിൽക്കുന്നത്. ഇതിപ്പോൾ പണ്ട് നടന്നുപോയ വഴികളുണ്ടായിരിക്കും ഇവിടെ. ഇപ്പോൾ കാട് വെട്ടിത്തെളിക്കാതെ ഇവിടെയൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. ഇതിന്റെ നെയിം ഈസൻ പറയും. ഈസൻ, ഈസപ്പഴം. ഈസപ്പഴം നമ്മുടെ പനയുടെ പോലത്തെ ഒരു സസ്യമാണ് കേട്ടോ. ഇതിൻ്റെ പഴം കഴിക്കുമെന്നാണ് പ്രിയതമ പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. നല്ല മധുരമാണ്. ഒരു മുന്തിരിയുടെയും ഈന്തപ്പഴത്തിൻ്റെയൊക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ്. ഞങ്ങളതിൻ്റെ വിത്തെടുത്തിട്ടുണ്ട് കിളിപ്പിക്കാനായിട്ട്. ഇതുണ്ട്, പഴുക്കുമ്പോൾ ഏകദേശം ഇനിയും കളർ വരും. ഇതുപോലെ തന്നെ ഇത് ഏകദേശം മൂത്താണ്, പക്ഷെ പഴുത്ത് കഴിയുമ്പോഴാണ് ഇതിന് മധുരം വരുന്നത്. അതിൻ്റെ ഓല കണ്ട. നമ്മൾ ഇതിൽ നിന്നുള്ള പഴമാണ് ഇപ്പോൾ കഴിച്ചത്. അതിൻ്റെ കാ കണ്ട, മൂത്തതിൻ്റെ കുരു എടുത്തിട്ടുണ്ട്, വീട്ടിൽ കൊണ്ട് കിളിപ്പിക്കണേന്. ഇവിടെ നിൽപ്പുണ്ട് ആ മരം ഒരെണ്ണം. അപ്പം ഇറങ്ങൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ കാടാണ് മൊത്തം. ഒരു വഴി കാണുന്നുണ്ട്, കാട്ടുവഴി. ഇതിൻ്റെ അകത്ത് ഒരുപാട് പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ട്, മൂത്ത് നിൽപ്പുണ്ട്, പഴുത്ത് നിൽപ്പുണ്ട്, എല്ലാം നമ്മളിപ്പോൾ പറിക്കും സാധനം. ഇതിൻ്റെ ഇല ഇതാണ് കേട്ടോ, എല്ലാവരും ഓർത്തിരുന്നതേ. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ വിവരങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. ഈ കാടുകൾക്കിടയിലൂടെ വന്നിട്ട് ഇത്രയും പണിത്തരങ്ങൾ ചെയ്തിട്ടുള്ളത് കണ്ടോ. ഇവിടെയൊക്കെ ചവിട്ടുപടികൾ ചെയ്തിട്ടുണ്ട് അവർക്ക്. പക്ഷെ ആ ചവിട്ടുപടി ഇടയ്ക്കുന്ന് മാത്രമാണ് ചെയ്തിരിക്കുന്നത്, താഴെയൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് മധ്യഭാഗത്ത് നിന്ന് നേരെ മേളിലേക്കാണ് ഇരിക്കുന്നത്. കൂട്ടുകാരെ ഇത് കണ്ട, ഒരു വലിയ മല കൊത്തിയുണ്ടാക്കിയ രൂപങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പോലത്തെ ഒരു നിർമ്മിതിയാണ്. അകത്ത് ശരിക്കും ഒരു ശിവലിംഗമുണ്ട്. അത് നിങ്ങളെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ടതാണ് കേട്ടോ. ഈ കോമ്പൗണ്ടിൽ മൊത്തം പാറകളാണ്. ആ പാറകൾ കൊത്തി തന്നെയാണ് ഓരോ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഓരോ ശില്പങ്ങളോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളോ ചെയ്തിരിക്കുന്നത്. പാറ കൊത്തി തന്നെയാണ്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞില്ല ഒരു ശിവലിംഗം ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ടെന്ന്. ആ ശിവലിംഗമാണ് ഈ കാണുന്നത്. ഇത് ഒറ്റപ്പാറയാണ്. അത് ഒരു പാറ കൊത്തി ഒരു ക്ഷേത്രത്തിൻ്റെ പോലത്തെ ഒരു നിർമ്മിതിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒരുപാട് രൂപങ്ങൾ ഇതുണ്ട്. കറക്റ്റ് അകത്ത് നമ്മൾ പ്രതിഷ്ഠ നടത്തുന്ന പോലത്തെ ഒരു സംവിധാനം. മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട് ഇതിനെ തൊട്ടടുത്തായിട്ട് അടുത്തൊരു ക്ഷേത്രം പോലത്തെ ഒരു ഇത് കൊത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ട് ശില്പം കാണുന്നില്ല. ശില്പം ഉണ്ടായിരുന്ന സ്ഥലമാണോ അതോ ചെയ്തിട്ടില്ലാത്തതാണോ എന്നുള്ളത് വ്യക്തതയില്ല. എന്താ നമ്മൾ അതുപോലെ തന്നെ രൂപങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടോ, ശില്പം ചെയ്തതായിട്ടുള്ള ഒരു സംഭവം ഇവിടെ കാണുന്നില്ല. വന്ന പാതയാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം വന്നത്. ഇവിടെ ഒരു ഭാഗമുണ്ട് കാണാനായിട്ട്. അപ്പം അത് ഇതുവഴി അങ്ങ് പോകണം. ഇവിടെ ഉണ്ട് ഒരുപാട് കാഴ്ചകൾ കേട്ടോ. പക്ഷേ അതിൻ്റെ മുകളിൽ മുകളിൽ കയറാൻ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അയ്യോ ഇത് കണ്ട, ഈ സ്റ്റെപ്പ് വഴി നമുക്ക് കയറി പോകാൻ മുകളിലേക്ക്. പക്ഷേ
റിസ്ക്കാണ്, എന്നാലും കയറാൻ നോക്ക്. ഇത് കണ്ട, ഇത് കാണെങ്കിൽ ഇത് കല്ലുകൾ അടുക്കി വെച്ചിട്ട് നമ്മുടെ ഒരു വീട് പോലെ ഇരിക്കുന്നതാണ്. 2 ഭാഗങ്ങളിലായിട്ട് മേളിലേക്കുള്ള സ്റ്റെപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കണ്ട ഓരോ കല്ലടുക്കി വെച്ചുള്ള ഓരോ ഇതുണ്ട്. ചെരുപ്പ് നമ്മൾ ഉരുട്ട് കേട്ടോ. എല്ലാ സ്റ്റെപ്പുകളും കാലഹരണപ്പെട്ട്, പക്ഷേ ഇത് പകുതി വരെ ഉള്ളത് സ്റ്റെപ്പ്. പ്രീതമില്ല നടന്നു. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം. തിരിച്ചിറങ്ങുമ്പോൾ ഏത് വഴി ഇറങ്ങുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പ്രശ്നം. കയറുമ്പോൾ ഓക്കെ. പ്രീതമല്ല അവിടെ നിൽപ്പുണ്ട്. നമ്മളിത് കാണാനാണ് വന്നത്. കണ്ട കല്ലുകൾ അടുക്കി വെച്ചിരിക്കുക. ഇവിടെ നല്ല ലൈറ്റ് ഹൗസ്. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അത് കണ്ടിട്ടില്ല, അത് കാണാം. എന്താണല്ലേ, കാലഘട്ടങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഈ പാറയുടെ മുകളിൽ കയറിയത്. ഇതുണ്ട്, ഇവിടെ മൊത്തം പാറയാണ്, വഴി പോലും ഇല്ല. അവിടെ ഒരു ക്ഷേത്രം പോലത്തെ സംവിധാനം നമ്മൾ നേരത്തെ കാണിച്ചാണ്. ഇത് എങ്ങനെ പണിതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല ഇപ്പോഴും, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. എന്തെല്ലാം കാഴ്ചകളാണ് ഇവിടെ കാണുമ്പോൾ. ഇത്ര ഉയരത്തിൽ അന്ന്, ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കയറാൻ നോക്കാം. അന്ന് മൊത്തം കാടും ഈ മലകളും മാത്രം. കാരണം അന്ന് ഗ്രിപ്പ് പോലും ഉണ്ടായിരുന്നാണ് സംശയമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് കയറിയിട്ട് ഇത്രയും കല്ലുകൾ കൊത്തി അടുക്കിയൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ രൂപങ്ങളുണ്ടാക്കി വെച്ചിരിക്കണം. ഇത് കണ്ടോ, ഭയങ്കര അത്ഭുതമാണ് കേട്ടത്. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. പ്രിയതമത ഇവിടെ നിൽപ്പുണ്ട്, ഇരിക്കണം, താഴത്തിരിക്കണം. നമ്മൾ കയറി വന്ന സ്ഥലമാണ് അല്ലേ കാണുന്നത്. അവിടെ ചെരുപ്പ് ഊരിയിട്ടാണ് നമ്മൾ കയറി വന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചിറങ്ങിയാണ്. മുമ്പോട്ട് നോക്കണമെന്നില്ല, താഴെ കിടക്കും. നമ്മൾ തിരിച്ചിഞ്ഞ് ഇറങ്ങുന്നതാണ് ശ്രമകരം. കാരണം ഇവിടുന്ന് വേണം ഇറങ്ങാനായിട്ട്. എന്തായാലും ഇനി കുത്തനെയുള്ള ഇറക്കമാണ്. ക്യാമറ ഓൺ ചെയ്ത് പിടിക്കുന്ന അത്ര സുരക്ഷിതമല്ല. ഈ വഴി കൂടെ വേണം ഇറങ്ങാനായിട്ട്. ഈ വഴിയുണ്ട, ഈ വഴി കൂടെ അങ്ങോട്ട് ഇറങ്ങണം. താഴത്ത് കാണുന്ന വഴി കൂടെയാണ് തിരിച്ചവിടെ ചെല്ലേണ്ടത്. എന്തായാലും താഴത്തിറങ്ങിയിട്ട് കാണാം. അവിടെ നിന്ന് ഇറങ്ങി സ്റ്റെപ്പിൻ്റെ അവിടെ എത്തിയോണ്ടാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത്. അതുവഴിയാണ് ഇറങ്ങി വന്നത്. ആ ഇറങ്ങുന്ന സ്ഥലത്ത് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഉറപ്പായിട്ട് സ്ലിപ്പാവും. അത് കാരണം ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിട്ടാണ്, ഏകദേശം ഇതേണ്ട ഇവിടെ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. താഴത്തേക്കുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ എത്തി, അതാണ് വീഡിയോ ഞാൻ എടുത്തത്. ഇനി ഇറങ്ങുന്ന സമയത്ത് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല.
എന്നാലും ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ വീഡിയോ. ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നത്. എന്തായാലും താഴത്തെത്തി സുരക്ഷിതമായിട്ട്. ഇതിൻ്റെ മുകളിൽ കയറുന്നവരെല്ലാവരും വളരെ ശ്രദ്ധിച്ച് വേണം കയറാനായിട്ട്. സ്ലിപ്പാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഈ സ്റ്റെപ്പ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ പ്ലെയിനായിട്ടുള്ള പാറയുടെ പുറത്തൂടെ വേണം ആ കല്ലുകൾ അടുക്കി വെച്ച വീട് പോലെ നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് എത്താനായിട്ട്. നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഇറക്കി നിൽപ്പുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും അദ്ദേഹം ഉണ്ടാവും. അവിടെ ബീച്ചിനടുത്ത ക്ഷേത്രത്തിൽ ചെന്നിട്ടും അദ്ദേഹത്തിനെ കണ്ടായിരുന്നു. ഒരു മലയിലാണ് അങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നതെന്ന് ഓർമ്മയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ചവിട്ടുപടിയിൽ പണിത് വെച്ചിട്ടുണ്ടേ. പക്ഷെ അത് ഇവിടെ വരെ ഉള്ളത് ശരിക്കും. എന്താണ് ഇതിൻ്റെ പിന്നുള്ള രഹസ്യമൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. ചരിത്ര ഗവേഷകർക്ക് ഒരു പക്ഷേ ഈ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവും. പ്രാവുണ്ട് കേട്ടോ ഇവിടെ. പ്രാവ് കൂടി വെച്ചിട്ടുണ്ട്. ഒരുപാട് രൂപങ്ങൾ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭിത്തിയിൽ തന്നെ നമ്മൾ ചിത്രകലകളൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. എല്ലാം കാലഹരണപ്പെട്ടുകൊണ്ടായിരിക്കാം. ഈ പാറയല്ലേ, ഇതൊന്നും വ്യക്തത കിട്ടുന്നില്ല. എന്നാലും മരങ്ങളും ദേവതമാരും പോലെയൊക്കെ ഉണ്ട് ആ ഭിത്തിയിൽ കാണുന്നുണ്ടോ. നിങ്ങൾ ഈ നിർമ്മിതിയൊക്കെ കണ്ടല്ലോ. നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് ഈ നിർമ്മിതികളെന്നൊക്കെ പറഞ്ഞാൽ. കാരണം ഇപ്പം ഇതൊരു തൂണ് പോലെ ഇരിക്കുന്നത് ഓരോ കല്ലുകൾ എടുത്തു വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു കൊത്തിയ കല്ല് ഇത്രയും മലയുടെ മുകളിൽ? അന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, നിറയെ കാടുകളായിരുന്ന പ്രദേശം. ശരിക്കും ഭയങ്കര കാടായിരുന്ന പ്രദേശമായിരിക്കും ഇത്. കാടും മലകളും നിറഞ്ഞ പ്രദേശം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് മല കൊത്തി ഇങ്ങനെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഇത് കണ്ട കല്ലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തു വെച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇത് എങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പോലും നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ ഇവിടെ ചെയ്തിരിക്കുന്ന കൊത്തുപണി, ഇവിടെ കാണുന്ന പടികൾ ഏകദേശം ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് അവസാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലായിടത്തും നമ്മൾ കാണുന്ന കാഴ്ചകൾ. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മുടെ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോഴാണ് പടിക്കെട്ടുകൾ കാണുന്നത്. ആ പടിക്കെട്ടുകൾ ഒരു പരിധി വരെ മാത്രമല്ല, അത് കഴിഞ്ഞാൽ പിന്നെ പാറയുടെ മുകളിൽ കൂടെ വേണം യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ് മഹാബലിപുരത്തെ കാഴ്ചകൾ. ഇനിയുണ്ട് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകൾ. നമ്മളെല്ലാം നിങ്ങൾക്കായിട്ട് നൽകും. നിങ്ങൾ തീർച്ചയായിട്ടും കുടുംബമായിട്ട് വന്ന് കാണേണ്ട കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ആസ്വദിക്കാൻ പറ്റുന്ന നമ്മുടെ കടൽ തീരങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ലൈറ്റ് ഹൗസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഈ കോമ്പൗണ്ടിനുള്ളിലുള്ള ഒരുപാട് കല്ലിൽ കൊത്തിയിട്ടുള്ള ചിത്രങ്ങൾ, എഴുത്തുകൾ, പിന്നെ ഇതുപോലത്തെ ഒരുപാട് രൂപങ്ങൾ, പിന്നെ നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ കുളം എന്ന് പറയുന്ന പോലെ തന്നെ അന്ന് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന കുളങ്ങൾ, കിണറുകൾ, ഇതെല്ലാം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ആശ്ചര്യത്തോട് നോക്കിക്കാണേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കുടുംബമായിട്ട് തന്നെ വരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും വരണം. ഇത് വരേണ്ടത് നമുക്ക് ട്രെയിൻ മാർഗം വരാം, അതല്ലെങ്കിൽ ബസ് മാർഗം വരാം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വരേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആധുനിക കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും അവരവരായിട്ടുള്ള രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ഇതുകൊണ്ടോ ഓരോ കല്ലുകൾ വീതം കയറ്റി മുകളിൽ വെച്ചിരിക്കണം. എങ്ങനെയാണ് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ സംവിധാനം ചെയ്തിരിക്കണം എന്ന് നമുക്കൊരു പിടുത്തം കിട്ടണില്ല. ഇത്രയും വലിയ കല്ല് എങ്ങനെയാണ് ഉയരത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കണമെന്നും അറിയത്തില്ല. അതെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന കല്ലുകൾ തന്നെയാണ്.
നമ്മൾ വന്ന റോഡിൻ്റെ ഭാഗമാണ്. അതായത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, തിരുപ്പതി ഭഗവാനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. നേരത്തെ ഇവിടെ കാണിച്ച പോലെ തന്നെ ഇവിടെ പാറയിൽ കൊത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത്ര പാറയിൽ കൊത്തിയതെന്ന് നമുക്കൊരു ഐഡിയ എപ്പോഴും കിട്ടുന്നില്ല. ഇതുണ്ട്, ഇവിടെ എല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. കണിക്കുന്നയുടെ കായാണെന്ന് തോന്നുന്നു കേട്ടോ പ്രിയതമ പിടിച്ചിട്ട് വരുന്നത്. നമ്മൾ അകത്തേക്ക് വന്ന ഗേറ്റാണ് കാണുന്നത്. ഇതില്ല മുറി പോലെ തിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. പക്ഷെ വേറെ അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ചവിട്ടുപടിയോ ഒന്നുമില്ല. ഇതെന്താണ് സംഭവം എന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. കൂട്ടുകാരെ, നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അവിടുത്തെ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് അതിനോട് ചേർന്ന് തന്നെ കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു. ഈ ഭാഗം ലോങ്ങിന്ന് കാണിച്ചായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. ഇത് ശരിക്കും ഒരു ഒറ്റക്കല്ലല്ല കേട്ടത്, കാരണം പല ഭാഗങ്ങളായിട്ട് നിർമ്മിച്ചതാണ് ഈ ഭാഗം. കാരണം ഇത് കണ്ടോ, ഇവിടുന്ന് ഇത് മാത്രമാണ് ഏകദേശം ഒരു കല്ലായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് ഒറ്റക്കല്ലാണ് ഈ തൂണ് പോലെ കാണുന്നത്. പക്ഷെ ബാക്കി എന്തായാലും കണ്ടോ ഓരോ ഭാഗങ്ങളാണ്. ഇതൊരു ഭാഗം ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മുൻവശത്ത് കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഓരോ ഭാഗം. നടുക്കോട്ട് വരുമ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന പടി ഇത് ഒറ്റക്കല്ലാണ്. പിന്നെ ഇവിടുന്ന് ഈ തൂണുപോലെ കാണുന്ന ഒരു കല്ലാണ്. അതുപോലെ തന്നെയാണ് പുറകുവശത്തും കാണുന്നത്. അത് രണ്ടും ഒറ്റക്കല്ല് നിർമ്മിച്ചിരിക്കണം. ബാക്കി ഇതിൻ്റെ ഭിത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ കരിങ്കല്ല് കട്ട് ചെയ്ത് നിർമ്മിച്ചിരിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ ഇത് കണ്ടോ, നമ്മൾ ഇന്നാണ് സിമെന്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനൊക്കെ എത്രയോ കാലഘട്ടം മുമ്പ് ഏറ്റവും സിമെന്റിന് ഉറപ്പുള്ളൊരു സാധനം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് കല്ലെന്ന് പറഞ്ഞാൽ അത്രയും ഫിനിഷിംഗ് ആണ്. നമ്മൾ ഇന്ന് വാട്ടർ ലെവലൊക്കെ നോക്കി ചെയ്യുന്ന പോലെ തന്നെ അന്ന് അത്രയും ഫിനിഷിംഗ് ആയിട്ടാണ് ഈ ഭിത്തികളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട് പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അകത്ത് എന്തെങ്കിലും കാഴ്ചകളുണ്ടെന്നുള്ളത് നോക്കാം. പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിക്കുകയും ചെയ്യാം. വളരെ ശ്രദ്ധിച്ചിറങ്ങേണ്ട വഴികളാണ് കേട്ടോ. അതിനൊക്കെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. നമുക്കെന്തായാലും അതിനൊക്കെ കയറി ഏകദേശം നമ്മൾ വന്ന കാഴ്ചകളൊക്കെ കണ്ടു. നിങ്ങളും കാണാം. അത് മാത്രമല്ല, നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഉപരി നേരിട്ട് വന്ന് കാണണം ഇവിടുത്തെ കാഴ്ചകൾ. എങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ പറ്റി ചിന്തിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ നേരിട്ട് തന്നെ വരണം. നേരിട്ടെപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടിക്കറ്റ് സീൽ ചെയ്തിട്ട് അകത്ത് കയറി എൻട്രൻസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വലത്ത് വശത്തേക്ക് വേണം പോകാനായിട്ട്. വലത്തോട്ടായിരിക്കണം ആദ്യം പോകേണ്ടത്. വലത്തോട്ട് പോയി അവിടെ കുറച്ച് കൽരൂപങ്ങളുണ്ട്, അത് കണ്ടിട്ട് തിരിച്ച് ആ നടപ്പാത വഴിയും പിന്നെ ആ എവിടെയാണോ എൻ്റെ അതുവഴിയേ വരാവുള്ളൂ. ഒരിക്കലും നിങ്ങൾ അകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് കയറി വരരുത്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ എനിക്ക് മിസ്സായി പോകും. ഗേറ്റ് കടന്ന് വലത്ത് വശത്തേക്ക്, അതായത് റൈറ്റിലേക്ക് കയറി ആ മലമുകളിലേക്ക് കയറി എൻഡ് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് എല്ലാം കണ്ട് വരണമെങ്കിൽ ഈ ഒറ്റ വഴിയാണുള്ളത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നടക്കരുത് ആരും. ഓക്കെ, ഉണ്ട് ഇവിടെ ഉണ്ട് സ്റ്റെപ്പ്. കണിക്കുന്ന അടുത്ത രൂപം. ഇവിടെ മൊത്തം രൂപം ക്ഷേത്രത്തിൻ്റെ പോലത്തെ നിർമ്മിതിയാണ് കേട്ടോ. പ്രദക്ഷിണ ഒന്നും കാണുന്നില്ല.
ഏതമ്മ സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു വിടുന്നേ, അതുകൊണ്ട് സെൽഫി വീഡിയോ തന്നെ എടുത്തേക്കാന്ന് കരുതി. ഫോട്ടോ എടുക്കുന്നു. ഇത് കണ്ടോ, നമ്മൾ ഏകദേശം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ, ഏകദേശം ഒന്നല്ല മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അകത്ത് കയറുന്നവർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് വഴികൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് എല്ലാ കാഴ്ചകളും കണ്ടിട്ടേ പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ. ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 40 രൂപയാണ്. പക്ഷെ ഒരു നഷ്ടമില്ല കേട്ടോ, കാരണം നമ്മൾ പൗരാണികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇച്ചിരി സമയമെടുത്ത് തന്നെ കാണണം. ഇനി ഇത് കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ് ഉണ്ട്, അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇത് കണ്ട നമ്മുടെ നാട്ടിൽ കിട്ടണ കണിക്കുന്നേടാ കായൊക്കെ പറിച്ചാണ് നടക്കണത്, വീട്ടിൽ നിന്ന് കിളിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. എന്താണ്ടൊക്കെ നോക്കാം, ഇവിടെ ചെടിവെല്ലാം കിട്ടാൻ നോക്കി നടന്നിരിക്കുക ആള്. പിന്നെ അങ്ങനെ ഒന്നുമില്ലെന്നൊക്കെ നിങ്ങളോട് പറയും, പക്ഷെ എനിക്കറിയാലോ ചെടിക്ക് വേണ്ടി നോക്കണം എന്നൊക്കെ. ഇവിടെ പാറയൊക്കെ കൊത്തി വെച്ച് കണ്ട, ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ളൊരു രീതിയുണ്ട്. ക്ഷേത്രം തന്നെയാണ് കേട്ടോ, അത് നിങ്ങളെ മുഴുവനായിട്ട് കാണിച്ചു തരാം.